Hello, good evening, good evening, good evening, good evening, good evening, good evening, good evening all. Good evening all. Good evening all. First of all, this live is only for educational purpose. നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗോൾഡിലെ ഒരു അനാലിസിസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡ് മന്ത്ലി ചാർട്ടിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കാം. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്, മന്ത്ലി ചാർട്ട് ആദ്യമായിട്ട് ബിയറിഷ് ആയിട്ടുണ്ട്. മന്ത്ലി ചാർട്ട് തുടക്കത്തിൽ ആദ്യമായിട്ട് തന്നെ ബിയറിഷ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതേവരെ നമ്മളിങ്ങനെ ഒരു ബിയറിഷ് മൂവ്മെൻറ്റ്, ഇത്രത്തോളമുള്ള മൂവ്മെൻറ്റ്, ഞാൻ എന്തായാലും ഈ ഡ്രോയിങ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഡ്രോയിങ് നമുക്ക് തിരിച്ചെടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കുറേ കീ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു ടെമ്പററി, ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം അനാലിസിസ് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, മന്ത്ലി ചാർട്ടിൻ്റെ RSI ലെവല് ഓവർ ബ്രോഡ് കണ്ടീഷൻ ആയിരുന്നു. സോ അവിടുന്ന് എന്തായാലും എന്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഒരു റിജക്ഷൻ ഉണ്ടാവും. റിജക്ഷൻ ഉണ്ടായതിനു ശേഷം വീണ്ടും മുകളിലോട്ട് കയറാനാണ് ചാൻസ്. ബട്ട് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്, ഫെബ്രുവരി മന്തിൽ മാർക്കറ്റ്, മന്ത്ലി ചാർട്ടിൽ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് ഹാമർ സ്റ്റിക്ക് ക്യാൻഡിലാണ്, നോട്ട് ആൻ ഇൻവെർട്ടർ ഹാമർ. അതിന് മുന്നേ എല്ലാ മന്തിലും നോക്കി ഇൻവെർട്ടർ ഹാമർ ആയിരുന്നു. ബട്ട് മന്ത്ലി ചാർട്ട് ഫെബ്രുവരിയിൽ എൻഡായിരിക്കുന്നത് ഹാമർ സ്റ്റിക്ക് ക്യാൻഡിലായിട്ടാണ്. സോ ഹാമർ സ്റ്റിക്ക് ക്യാൻഡിൽ ആയതുകൊണ്ട് ഒരു ECBC സെല്ല് ഈ ഒരു ലെവൽ, അതായത് 4833 താഴേക്ക് ECBC സെൽ. ഓക്കെ, ഒരു ECBC ഗോൾഡ് ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5600 ലെവലാണ്. മന്ത്ലി ചാർട്ടിൻ്റെ തുടക്കത്തിൽ ഇത് ബിയറിഷ് ആണ് ക്യാൻഡിൽ. ഓക്കെ, സോ ഈ ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ ഞാൻ പറഞ്ഞു RSI ലെവല് ഓവർ ബ്രോഡ് കണ്ടീഷനാണ്. ബട്ട് ഓവർ ബ്രോഡ് കണ്ടീഷനിൽ നിന്നുണ്ടായ റിജക്ഷൻ കണ്ടല്ലോ, 91%-ായി 100% തന്നെ നിൽക്കുമായിരുന്നു. ഏതൊക്കെ മാസം തൊട്ട്? ജനുവരി, ഫെബ്രുവരി, ഡിസംബർ തൊട്ട് അങ്ങനെ തന്നെയാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ബട്ട് ആ എല്ലാ മാസത്തിലും ക്യാൻഡിൽ എൻഡ് ആയത് ഇൻവെർട്ടർ ഹാമറായിട്ടാണ്. ജനുവരിയിലും അങ്ങനെയാണ്. ബട്ട് ഫെബ്രുവരി വന്നപ്പോഴത്തേക്ക് ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് ഹാമർ സ്റ്റിക്ക് ക്യാൻഡിലായിട്ടാണ്. ഹാമർ സ്റ്റിക്ക് ക്യാൻഡിൽ ആയതുകൊണ്ട് ഫോളിനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഓക്കെ, സോ മന്ത്ലി ചാർട്ടിലെ റിജക്ഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് എവിടെ വരെ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പോഴ് 5000 ലെവൽ വരെയാണ് ഫോളോ ചെയ്തത് ഗോൾഡ് ഈ ഒരു മാസം തുടക്കത്തിൽ. ഓക്കെ, 5400 ലെവലിൽ നിന്നും 4900 ലെവൽ വരെ, 4992 വരെയാണ് ഫോൾ ഉണ്ടായത്. അത് മണ്ടേലായിരുന്നു, അത് ഞാൻ കണ്ടതാണ്. ഓക്കെ, എനിവേ മന്ത്ലി ചാർട്ടിലെ കണ്ടീഷൻ ഇതാണ്. മന്ത്ലി ചാർട്ടിൽ ഗോൾഡ് റിജക്ഷനിലാണ്. ഓക്കെ, സോ നമുക്ക് ഇനി ഒരു ഇമ്പൾസീവ് ബൈ എടുക്കണമെങ്കിൽ, ഇമ്പൾസീവ് ബൈ എടുക്കാൻ പറ്റുന്നത് എബവ് 4300 അല്ല 5360 ലെവൽ തന്നെ, 5360 ലെവൽ. ഓക്കെ, ചെറിയ ടൈം ഫ്രെയിമുകളിൽ നമുക്ക് എവിഡൻസുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ, ബൈയിങ് എവിഡൻസ് ഒക്കെ കിടപ്പുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ വീക്ക്ലി ചാർട്ടിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ടിൽ ഗോൾഡ് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിയറിഷ് വീക്ക് തന്നെയായിരുന്നു. ബിയറിഷ് വീക്കാണ്. ബട്ട് ദർ ഈസ് നോ സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ, ഒരു സ്ട്രോങ് ബിയറിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. ബട്ട് അവിടെ സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ തന്നിട്ടില്ല.
സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ സെൽ ഏരിയയിലേക്ക് അത് ആയിട്ടില്ല, 80 എബോവിൽ കിടക്കുകയാണ്, ബൈ ഏരിയയിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, ഒരു ഷേക്ക് ഔട്ടിൽ നിൽക്കുകയാണ്. ഇവിടെ വരെയാണ് ഫോൾ ഉണ്ടായത് ആ ഒരു വീക്കെൻഡിൽ. സോ ശരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് 4836 വരെയൊക്കെ ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ടിൽ മൂവ് ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ വീക്ക്ലി ചാർട്ട് ബേസ് ചെയ്തിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ ഇവിടെയാണ്. നേരത്തെ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ലെവൽ, എന്നിട്ടാണ് റീട്രേസ് ചെയ്ത് മുകളിലോട്ട് കയറിയത്. ഓക്കെ, സോ എഗെയിൻ ഇനി ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വീക്ക്ലി ചാർട്ടിൻ്റെ ഇപ്പോഴത്തെ മൂവ്മെൻറ്റിൽ ബിയറിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ഡിമാൻഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ബിയറിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ. ഓക്കെ, സോ ഇതാണ് വീക്ക്ലി ചാർട്ടിൻ്റെ കണ്ടീഷൻ. വീക്ക്ലി ചാർട്ട് ട്രെൻഡ് വൈസ് നോക്കുമ്പോൾ ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ഹൈ, ബട്ട് കഴിഞ്ഞ മാസത്തിൽ കഴിഞ്ഞ വീക്കിൽ വീണ്ടും ഹയർ ഹൈ എല്ലാം ഉണ്ടായിരിക്കണത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ വീക്ക്ലി ചാർട്ടിൽ ഒരു ട്രെൻഡ് ലൈൻ തന്നെ മേക്ക് ചെയ്യാൻ പറ്റും. വീക്ക്ലി ചാർട്ടിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യാം. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ, സോ ദീസ് ഈസ് എ ട്രെൻഡ് ലൈൻ ഓൺ വീക്ക്ലി ചാർട്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ ബൈ എടുക്കാം. വീക്ക്ലി ചാർട്ട് ബേസ് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ ബൈ എടുക്കാം. അതേമാതിരി തന്നെ സെൽ സൈഡിലേക്ക് നമുക്ക് ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യാൻ പറ്റും. ദിസ് വൺ. ഓക്കെ, സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് സെല്ല് എവിടെ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിമാൻഡ് ഏരിയ വരെ. ഓക്കെ, സോ 2 ട്രെൻഡ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് വീക്ക്ലി ചാർട്ട് ഒന്ന് നോക്കുക. നമ്മൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ചെറിയ ടൈം ഫ്രെയിമുകളിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് ലോങ്, അതായത് വലിയ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള അവർക്കുള്ള മൂവ്മെൻറ്റ് നമ്മൾ പറയുകയാണ്. എല്ലാവരും നമ്മുടെ ലൈവല്ല, ഇത് റെക്കോർഡഡ് വീഡിയോ ആണ്. ഇത് കാണുന്ന ആൾക്കാരുണ്ടാവും, ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഓക്കെ, സോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. ഇവിടെ വീക്ക്ലി ചാർട്ട് ഒരു ഓവർ ബ്രോഡ് കണ്ടീഷനിലായിരുന്നില്ല, മന്ത്ലി ചാർട്ടിലാണ് ഓവർ ബ്രോഡ് കണ്ടീഷൻ. മന്ത്ലി ചാർട്ടിലുള്ള റിജക്ഷനാണ്, കണ്ടോ, മന്ത്ലി ചാർട്ടിലെ ഒരു ചെറിയ റിജക്ഷനാണ് ഇത്രത്തോളം മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, സോ ഇത് കണ്ടിന്യൂ ചെയ്താൽ ഇനി വീണ്ടും തിരിച്ച് ഇത് ബൈ ഏരിയയിലോട്ട് കയറുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള ചാൻസാണ് കൂടുതൽ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം. എവിഡൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ബൈ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിനുള്ള എവിഡൻസ് ഉണ്ട്. അത് കാണിക്കാം, വെയിറ്റ് ചെയ്യും. ഞാൻ ഡ്രോയിങ്സ് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് വീക്ക്ലി ചാർട്ട് അനാലിസിസ് നമ്മൾ കഴിഞ്ഞു. വീക്ക്ലി ചാർട്ടിൽ ബേസ് ചെയ്തിട്ട് ഇതാണ് മൂവ്മെൻറ്റ് വരുന്നത്. വീക്ക്ലി ചാർട്ടിൽ 2 ട്രെൻഡ് ലൈൻസ് ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് ട്രെൻഡ് ലൈൻ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്യും. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 5600 ലെവൽ, അതിനെയും ബ്രേക്ക് ചെയ്യും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ. ഓക്കെ, അതായത് ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നിട്ട്, ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്, കാര്യം ഇപ്പോഴും ബൈ ഏരിയയിൽ നിൽക്കുകയാണ്. അത് ബുള്ളിഷ് റിവേഴ്സലിനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 5600 ലെവലാണ്, 5600. ഓക്കെ, ഇനി നമുക്ക് ഡേ ചാർട്ടിലേക്ക് മൂവ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ആ ഡ്രോയിങ്ങുകളെല്ലാം തിരിച്ചെടുക്കാം, കാര്യം ആ ലെവലുകളെല്ലാം നമുക്ക് വേണം. ഓക്കെ, സോ ഇനി നമുക്ക് ഡേ ചാർട്ടിലേക്ക് മൂവ് ചെയ്യാം. ഡേ ചാർട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതാണ് ഡേ ചാർട്ടിലെ കണ്ടീഷൻ. ഇതൊക്കെ നമ്മൾ ലൈവ് ചെയ്യണ സമയത്ത് കുറേ എവിഡൻസുകൾ നമുക്ക് കിട്ടിയത് പ്രകാരമുള്ള മൂവ്മെൻറ്റുകൾ കൊടുത്തായിരുന്നു. അവിടെ ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഫില്ല് ചെയ്തായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഓക്കെ, ഗോൾഡിൻ്റെ ക്ലൈമറ്റിക് ആക്ഷൻ കഴിഞ്ഞ ആഴ്ച സെല്ലിലായിരുന്നു. ഞാൻ അതാണ് മാർക്ക് ചെയ്തിട്ട സെല്ലിലാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ഗോൾഡിൻ്റെ ഡേ ചാർട്ട്. ടുഡേ ഡെയിലി ചാർട്ടാണിത്. ഡെയിലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഡെയിലി ചാർട്ടിൽ
ഗോൾഡിൽ മൺഡേ മുതൽ ഫോൾ ആയിരുന്നു. ട്യൂസ്ഡേയിലാണ് ഗോൾഡിൽ ക്രാഷ് ഉണ്ടായത്. ട്യൂസ്ഡേ ഈവനിങ്ങിലായിരുന്നു. ഓക്കെ, ഹെവി ക്രാഷ് ഉണ്ടായി. 4,993 ലെവൽ വരെ ഫോൾ ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു പാറ്റേൺ ബേസ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ആണ് ഉള്ളത്. ഇവിടെ ബൈയിങ് എവിഡൻസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല മാർക്കറ്റ്. അതായത് ഫ്രൈഡേയിൽ മാർക്കറ്റ് എൻഡായി ബട്ട് നമുക്ക് ബൈയിങ് എവിഡൻസ് അത് തന്നില്ല മാർക്കറ്റ്. ഓക്കെ, ബൈയിങ് എവിഡൻസ് തന്നിട്ടില്ല. ബൈയിങ് എവിഡൻസിലല്ല മാർക്കറ്റ് എൻഡായത്. ഡെയിലി ചാർട്ടാണിത്. ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഡെയിലി ചാർട്ടിലെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഡെയിലി ചാർട്ടിനെ ബേസ് ചെയ്ത് തന്നിട്ടാണ്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയപ്പോൾ താഴോട്ട് ഫോളോ ചെയ്തു. അതിനെ ബേസ് ചെയ്ത് തന്ന് ട്രേഡ് എടുക്കുക. കഴിഞ്ഞ ആഴ്ച എന്തോ വരച്ചിട്ടായിരുന്നു അത്. ഓക്കെ, അത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ നമുക്ക് നോക്കട്ടെ, അത് മാറ്റി വരയ്ക്കാൻ പറ്റുമോ നോക്കാം. ഇതിനി ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, വീണ്ടും ഈ ട്രെൻഡ് ലൈൻ വാലിഡ് ആണ്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ വീണ്ടും ഫോൾ വരും. ഫോൾ വരികയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക്. ഓക്കെ, നമുക്കിവിടെ ബൈയിങ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ബൈയിങ് എവിഡൻസ് തന്നിട്ടില്ല. നെക്സ്റ്റ് അതായത് മൺഡേയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വരികയാണ് ഗോൾഡിലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വരികയാണ്. ഈ ഡ്രോയിങ് തൽക്കാലം ഒന്ന് ഒഴിവാക്കുകയാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നിട്ട് ഗോൾഡ് 5206 ഈ ഒരു ലെവലുണ്ടല്ലോ 5206, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ബൈ ഏരിയ ആണ്. എബോവ് ദിസ് ലെവൽ എന്ന് വെച്ചാൽ ക്ലിയർ ബൈ ഏരിയ ആണ്. ഓക്കെ, ക്ലിയർ ബൈ ഏരിയ. എബോവ് ദിസ് ലെവൽ എന്ന് വെച്ചാൽ ക്ലിയർ ബൈ ഏരിയ ആണ്. നോക്കി വെക്കുക, എബോവ് ദിസ് ലെവൽ എന്ന് വെച്ചാൽ ക്ലിയർ ബൈ ഏരിയ ആണ്. അവിടെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് പറക്കലായിരിക്കും ഉണ്ടാകുന്നത്. മാർക്കറ്റ് സെന്റിമെന്റ്സ് സെറ്റാണെങ്കിൽ ആ ഒരു ടൈമിൽ 5300-400 ലെവലിലോട്ടുള്ള മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പറക്കലായിരിക്കും. കാര്യം റെസിസ്റ്റൻസ് ഇല്ല. റെസിസ്റ്റൻസ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ 5260-ലാണ്. 5260. ഓക്കെ, 2 ലെവൽ ഞാൻ മാർക്ക് ചെയ്തിരുന്നു. ഈ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചോളുക. ഓക്കെ, ക്ലിയർ ബൈ ഏരിയ 205-ന് മുകളിലോട്ട് 260 വരെ ക്ലിയർ ബൈ ഏരിയ ആണ്. ഓക്കെ, ക്ലിയർ ബൈ ഏരിയ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ക്ലിയർ ബൈ ഏരിയ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ബൈയിങ് എവിഡൻസ് ഒന്നുമില്ല. മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത് ബൈയിങ് എവിഡൻസ് ഇട്ടിട്ടായിരുന്നെങ്കിൽ നമുക്ക് മൺഡേയിലെ മൂവ്മെൻറ്റ് ഉറപ്പിച്ച് പറയാമായിരുന്നു ഓൾ ടൈം ഹൈയിലേക്കുള്ള മൂവ്മെൻ്റ് ആണെന്നുള്ളത്. ബട്ട് ബൈയിങ് എവിഡൻസ് തന്നിട്ടില്ല. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് സംഭവം പറയാനുള്ളത്. ഇതിൽ ചാർട്ടിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ കാണിക്കാം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറി. ഓക്കെ, എഗെയിൻ വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഡൗൺ. ഇതിനുള്ള ചാൻസ് ഉണ്ട്. അവിടെയാണ് പ്രശ്നം. ഓക്കെ, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും ബാക്കി കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, നമ്മളെല്ലാ സംഭവങ്ങളും നോക്കാറുണ്ട്. ചാർട്ടിൻ്റെ പാറ്റേൺസ് നോക്കാറുണ്ട്. ചാർട്ട് പാറ്റേൺ നോക്കുമ്പോൾ എനിക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ ഫീൽ ചെയ്യുന്നു. അതാണ് ഞാൻ മാർക്ക് ചെയ്തത്. അത്രേ ഉള്ളൂ, ഹെഡ് ആൻഡ് ഷോൾഡർ. ഇത് വർക്ക് ആവണമെന്നുള്ളത് ഫണ്ടമെൻ്റൽസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ചൊവ്വാഴ്ച ദിവസം ഉണ്ടല്ലോ, ഈ ഇത്രയും ഹെവി ക്രാഷ് ഉണ്ടായ ദിവസം മാർക്കറ്റിൽ 80% ബയേഴ്സ് ആയിരുന്നു. 81% ബയേഴ്സ് ആയിരുന്നു. ലൂസർ ബയേഴ്സ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ മൺഡേ മുതൽ മാർക്കറ്റിൽ ബ്ലൈൻഡായിട്ട് ബയേഴ്സ് കയറുമായിരുന്നു. വാർ സിറ്റുവേഷൻ ആണ്, ഗോൾഡ് മുകളിലോട്ട് പോകുമെന്ന് കരുതി ഒരുപാട് പേര് ലോങ് പൊസിഷൻസ് ഓപ്പൺ ആക്കി. 81% ബയേഴ്സ് ആയിരുന്നു. ബയേഴ്സ് മാർക്കറ്റ് കൂടിയാൽ എന്ത് ചെയ്യും? പ്രൈസ് ഫോൾ ചെയ്തു. ഓക്കെ, ഇതാണ്. ഓക്കെ, RSI ലെവൽ നോക്കാം. ഡേ ചാർട്ടിൻ്റെ RSI ലെവൽ ഇമ്പോർട്ടൻറ്റ്. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ കർവ് തിരിഞ്ഞിട്ട്, അതായത് സെൽ ഏരിയയിൽ വന്നതാണ്. ഇവിടുന്ന് കർവ് തിരിഞ്ഞൊന്ന് മുകളിലോട്ട് കയറിയേക്കുവാണ്.
സോ ഇനി വീണ്ടും ഇത് സെൽ ഏരിയയിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഡേ ചാർട്ടിലെ കണ്ടീഷൻ. ടുഡേ ഡെയിലി ചാർട്ടിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഓക്കെ, സോ ഇത് ഒഴിവാക്കാം, ഇത് ഒഴിവാക്കാം, ഇത് ഒഴിവാക്കാം, പഴയ ഡ്രോയിങ്ങിലേക്ക് മാറാം. ഓക്കെ, ഇങ്ങനെ നിൽക്കാം. 4 അവറിലേക്ക് മാറാം. 4 അവറിൽ ഇന്നലെ ഞാൻ ലൈവിൽ നല്ലൊരു ട്രേഡ് വന്നത് 4 അവർ ബേസ് ചെയ്തിട്ടാണ്. 4 അവർ. ഓക്കെ, 4 അവറിൽ ഈസി പീസി ബൈ എടുക്കാൻ ഞാൻ പറഞ്ഞു. കാര്യം എന്തായിരുന്നു, ഇന്നലെ NFPയുടെ ടൈമിൽ വീണ ഇതാണ് ക്യാൻഡിലാണിത്. NFPയുടെ ടൈമിൽ നോ സപ്ലൈ ക്യാൻഡിൽ ആയതുകൊണ്ട് ഇവിടുന്ന് ബൈ എടുക്കാൻ ഞാൻ തന്നു. ഞാൻ പേഴ്സണലി ബൈ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 102 ലെവലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത്. കാര്യം പിന്നെ ഫർദർ എനിക്ക് അപ്പോഴും ഈ ചാർട്ടിൻ്റെ പാറ്റേണിലൊരു സംശയം ഉണ്ടായിരുന്നു. കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഹെവി ആയിരുന്നു ഞാനത്. ബട്ട് എനിക്ക് പ്രശ്നമില്ല, അത് മതി. എടുത്തെന്താ എവിടെ നിന്നാണ് 80 ലെവലിൽ നിന്ന് എടുത്ത് 80-ന് താഴെ നിന്നാണ് എടുത്തത്. 102-ൽ എക്സിറ്റ് ചെയ്തു, മതി. ഓക്കെ, സി ഈ ഒരു മൂവ്മെൻറ്റ് ഇത് നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. കാര്യം പ്രീവിയസ് ക്യാൻഡിൽ നോ സപ്ലൈ ക്യാൻഡിൽ ഞാൻ ഇന്നലെ ലൈവിലുള്ളവർക്കറിയാം ഈ ഒരു ലെവലിൽ നിന്ന് ബൈ എടുക്കാൻ ഞാൻ പറഞ്ഞത്. ഈസി ബൈ ആയിരുന്നു, ഈസി ബൈ. ഓക്കെ, ഇവിടെ ഒരു ഡബ്ല്യു ഫീൽ ചെയ്യുന്നുണ്ട് 4 അവറിൽ ഡബ്ല്യു വേണ്ട, ഇങ്ങനെ കണ്ടോ, ഡബ്ല്യു അപ്പ്. ഓക്കെ, സോ ഈ ഡബ്ല്യു അപ്പ് എന്നുള്ളത് സംഭവം ഇവിടെ കഴിയാം. ഈ ഡബ്ല്യു അപ്പ് എന്നുള്ളത് ഇവിടെ കഴിയാം. അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സി ഇപ്പോഴിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സപ്ലൈ ലെവൽ ഇതായിരുന്നു. ഈ സപ്ലൈ ലെവലിൽ വന്നിട്ട് അവിടുന്ന് റിജക്റ്റ് ചെയ്തു. വീണ്ടും ആ സപ്ലൈ ലെവൽ ബ്രേക്ക് ചെയ്തു. ഇനി ഇവിടേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്, 200 ലെവലിലേക്ക് 4 അവർ ബേസ് ചെയ്തിട്ട്. ഇവിടെ ബൈയിങ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഏത് 4 അവറിൽ ഒരൊറ്റ ബൈയിങ് എവിഡൻസും ഇല്ല. മാർക്കറ്റിൽ ഒരു ബൈയിങ് എവിഡൻസ് പ്രീവിയസ്ലി, അതായത് ടു സ്റ്റൈൽ മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് ഒരു ബൈയിങ് എവിഡൻസ് ഇട്ടത് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. അതിനെ എടുക്കാനുള്ള ചാൻസ് മൺഡേയിൽ കൂടുതലാണ്, ഈ ഒരു സാധനം. സോ അതുകൊണ്ട് മാർക്കറ്റ് മൺഡേയിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യും. 5186 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. 5186 വേറെ ഫണ്ടമെൻ്റൽസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ. ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 200-ലേക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യും. സി ഇതാണ് 4 അവറിൽ നമുക്ക് തരാനുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, 4 അവറിൽ ഒരു ബൈയിങ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 26-ന് ഇട്ടാണ്. മാർച്ച് 26-ന് ആ ഒരു ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്യാതെയാണ് പിന്നീട് മാർക്കറ്റ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ ബൈയിങ് എവിഡൻസ് ഉണ്ട്, ഇത് പക്ക ബൈയിങ് എവിഡൻസ് ആണ്. സോ അതിനെ ഇന്ന് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി ചെറിയ ടൈം ഫ്രെയിമുകളിൽ ബൈയിങ് എവിഡൻസ് മൺഡേയിലും ട്യൂസ്ഡേയിലും ഒക്കെ ഇട്ടത് കിടപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ചെറിയ ടൈം ഫ്രെയിമുകളിലോട്ട് വരട്ടെ. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2 അവർ നോക്കാം. 4 അവറിൻ്റെ RSI ലെവൽ നോക്കിയില്ലല്ലേ? 4 അവറിലെ RSI ലെവൽ കണ്ടോ? 4 അവറിലെ RSI ലെവൽ പക്കായിട്ട് ബൈയിൽ കയറിയേക്കാണ്. ഇത് 100-ലോട്ട് മൂവ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. 100-ലോട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈസ് 5200 മുകളിൽ കയറും. അത് 100-ലേക്ക് മൂവ് ചെയ്താൽ. ഓക്കെ, കറക്റ്റ് ബൈ ഏരിയയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഇനി 2 അവറിലേക്ക് വരുമ്പോഴത്തേക്ക് 2 അവറിൽ നോ സപ്ലൈ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ക്ലിയർ ബൈയിങ് എവിഡൻസ്, പക്ക ബൈയിങ് എവിഡൻസ്. ഇതിൻ്റെ അപ്പർ വിക്കിന് മുകളിലേക്ക് മൂവ്മെൻറ്റ് വന്നു. ഓക്കെ, സോ ഈ ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീണ്ടും 5174-ന് മുകളിലേക്ക് മൂവ്മെൻറ്റ് വരും. 5174-ന് മുകളിൽ 5174. 2 അവർ ബേസ് ചെയ്തിട്ടുള്ള സപ്ലൈ ലെവൽ കാണിച്ചു തരാം ഞാൻ. 2 അവർ ബേസ് ചെയ്തിട്ടുള്ള സപ്ലൈ ലെവൽ ഇത് 4 അവറിലാണ്. അത് കളയാം. 2 അവറിലെ സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. കണ്ടോ?
സപ്ലൈ ലെവൽ ജസ്റ്റ് ടച്ച് ചെയ്തിരിക്കുകയാണ്. സപ്ലൈ ലെവലിലേക്ക് കയറും മാർക്കറ്റ്. സപ്ലൈ ലെവലിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ 200 ലെവലിലേക്ക് അത് വരും. ഓക്കെ, അതാണ് 2 hourലെ കണ്ടീഷൻ. 2 hourലെ മൂവ്മെൻറ്റും അങ്ങനെ തന്നെയാണ്. 2 hourലും ഫീലിംഗ് ലൈക്ക് എ ഡബ്ല്യു, ഇങ്ങനെ വന്ന് ഡബ്ല്യു മൂവ്മെൻറ്റ്, ഡബിൾ ബോട്ടം അപ്പ്. ഈ 5060 എന്ന് പറഞ്ഞാൽ നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അത് ഞാൻ വ്യാഴാഴ്ച അവിടെ ട്രേഡ് തന്നെയായിരുന്നു, വെള്ളിയാഴ്ചയും തന്നു ആ ഒരു ലെവൽ. ബട്ട് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് വെച്ചാൽ RSI ലെവൽ ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. 2 hour ബേസ് ചെയ്തിട്ട് ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. സോ അതുകൊണ്ട് ഈ ഒരു സപ്ലൈ ലെവലിൽ കയറിയതിന് ശേഷം പിന്നെ വീണ്ടും ഒരു റിജക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ വെയിറ്റിംഗ് ഇല്ല, ഒരു സെല്ലിംഗ് എവിഡൻസ് ഇല്ല, എല്ലാം റെസ്പെക്റ്റ് ചെയ്താണ് പോയേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1 hour നോക്കാം. 1 hourൽ വരുമ്പം ലാസ്റ്റ് ക്യാൻഡിൽ, അതായത് മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്ന ക്യാൻഡിൽ ഷോസ് എ ക്ലിയർ ബൈങ് എവിഡൻസ്. ദാറ്റ് മീൻസ് മൺഡേയിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉറപ്പാണ്. ഓക്കെ, ക്ലിയർ ബൈങ് എവിഡൻസ്. RSI ലെവലും കൂടി നോക്കിയാൽ മതി. RSI ലെവൽ ഓവർ ബ്രോട്ട് കണ്ടീഷനിൽ നിന്ന് കുറച്ച് റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും മൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം 95 ലെവലിൽ നിൽക്കുകയാണ്. 100 ലെവലിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടേക്ക് കയറാൻ 200 ലെവലിലേക്ക് കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. 200 ലെവലിലേക്ക് മൂവ്മെൻറ്റ് ഓക്കെയാണ്, മൂവ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് 1 hourലെ കണ്ടീഷൻ. 1 hourൽ സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ സെല്ലിംഗ് എവിഡൻസുകൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി ഗോൾഡ് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് 30 മിനിറ്റ് നോക്കാം. 45 മിനിറ്റ് നോക്കേണ്ടതുണ്ടോ? വേണ്ട, 30 മിനിറ്റ് നോക്കാം. 30 മിനിറ്റിൽ പ്രീവിയസ് ക്യാൻഡിൽ ബൈങ് എവിഡൻസ് ആയിരുന്നു, അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ലാസ്റ്റ് ക്യാൻഡിൽ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് ആ ബൈങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സപ്ലൈ ലെവലില്ലേ, ആ ലെവലിലേക്ക് കയറാനുള്ള എല്ലാ ചാൻസുമാണ് കാണിക്കുന്നത്. 30 മിനിറ്റിലെ RSI ലെവൽ നോക്കുമ്പോൾ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബൈ ഏരിയയിലല്ല ഇപ്പോൾ അത്. ഓക്കെ, സോ കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതാണ് 30 മിനിറ്റിലെ കണ്ടീഷൻ. 30 മിനിറ്റിലാണോ ബൈങ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്നത്? 1 hourൽ ഒരു ബൈങ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. കാണിച്ചു തരാം. അങ്ങ് വളരെ മുകളിലാണ്, അവിടെ നിന്നാണ് ക്രാഷ് ചെയ്ത് പോരുന്നത്. ഈ ഒരെണ്ണം ഇത് കണ്ടോ, ബേസ്ഡ് ഓൺ 1 hour ഇവിടെ ഒരു ബൈങ് എവിഡൻസ് ഇട്ടിട്ടാണ് മാർക്കറ്റ് ക്രാഷ് ചെയ്തത്. സോ ദാറ്റ് മീൻസ് ഈ ബൈങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് എത്ര ദിവസം എടുത്താലും ഇറ്റ് വിൽ മൂവ്സ് അപ്പ് എബോവ് 5330. 5330 മുകളിൽ ഇത് കയറും. കാര്യം ഇവിടെ ഒരു ബൈങ് എവിഡൻസ് ഉണ്ട്. ഇനി ഇതിനെയൊക്കെ ലക്ഷ്യം വെച്ചായിരിക്കും മൂവ്മെൻറ്റ് വരുന്നത്, മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ്. 5200 കഴിഞ്ഞ് 250 കഴിഞ്ഞ് കഴിഞ്ഞാൽ 5000 എത്രയാണ് നിൽക്കി ഒരു ഒറ്റ മിനിറ്റ് 4 hour 5205 കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ബൈ ഏരിയ ആണ് മാർക്കറ്റിൽ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 1 hourലെ ഈ ബൈങ് എവിഡൻസ് ഉണ്ടല്ലോ, 1 hourലെ ഈ ബൈങ് എവിഡൻസ് മാർക്ക് ചെയ്ത് വെച്ചോ. ഈ പോയിന്റ്, ഈ ലെവൽ മാർക്ക് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോ. ഈ ഒരു ലെവൽ ഉണ്ടോ, ഈ ഏരിയയിലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനെ ടാർഗറ്റ് ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം. ഈ ഒരു ലെവൽ, അതായത് 250 ലെവൽ 230 മുകളിലോട്ട് വന്നാൽ ക്ലിയർ ബൈ ഏരിയ 230 മുകളിലോട്ട്. ഓക്കെ, പിന്നെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്, 330 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുക എന്നുള്ളത്. ഓക്കെ, ഇതിനെല്ലാം ഇമ്പോർട്ടൻ്റ് സംഭവം എന്ന് വെച്ചാൽ എന്താണ്, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാറണം. മാർക്കറ്റിൽ ഇനിയും മോർ ബയേഴ്സ് കയറി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ഫോളോ ചെയ്യത്തുള്ളൂ. സെല്ലേഴ്സ് അട്രാക്ട് ചെയ്തിട്ട്, ഇത് ഈ ഫോളിനുള്ള കാരണം എന്താണ്, സെല്ലേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത്. വിൽക്കാൻ ആരും ഇല്ലായിരുന്നു മാർക്കറ്റിൽ, വാങ്ങാനായിരുന്നു ആൾക്കാർ. യുദ്ധം കണ്ടിട്ട് വാങ്ങാനുള്ള ആൾക്കാർ കൂടുതലാണ്, വിൽക്കാൻ ആൾ വേണ്ടേ. വാങ്ങാൻ മാത്രം ഉണ്ടായാൽ പോരാ. 81% ബയേഴ്സ് ആയിരുന്നു. സോ പ്രൈസ് ഫോളോ ചെയ്ത് സെല്ലേഴ്സിനെ അട്രാക്ട് ചെയ്ത് ഈ ഫോളോ കണ്ടിട്ട് മോർ സെല്ലേഴ്സ് കയറി വരും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കുറഞ്ഞ് 70-71 വരെയൊക്കെ പെർസെൻറ്റേജ് ആയി. സോ അപ്പോൾ വീണ്ടും പ്രൈസ് മുകളിലോട്ട് കയറാൻ തുടങ്ങി. ഇതാണ് സംഭവിക്കുന്നത്. മാർക്കറ്റിൻ്റെ മാനിപ്പുലേഷൻ അങ്ങനെയാണ്. ആദ്യം മനസ്സിലാക്കേണ്ട അതാണ്. ട്രഡീഷണൽ മാർക്കറ്റിലെ പഠിച്ചു വച്ചിരിക്കുന്ന രീതിക്ക് ഈ മാർക്കറ്റ് മൂവ് ചെയ്യില്ല. മാർക്കറ്റിൽ ബയേഴ്സ് വന്നാൽ പ്രൈസ് ഫോളോ ചെയ്യത്തുള്ളൂ. പ്രൈസ് മുകളിലോട്ട് കയറുമെന്നാണ് ട്രഡീഷണൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന രീതി. അങ്ങനെയല്ല.
ഓക്കെ, മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ നമുക്ക് ലാഭം തരാൻ വേണ്ടിയിട്ടല്ല ഇരിക്കണത്. അവർ ലാഭം തരാൻ ഇരിക്കുമായിരുന്നെങ്കിൽ ഈസി ആയിരുന്നു. അങ്ങനെയല്ല, മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ ആർക്കും ലാഭം തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. എല്ലാവരും ലൂസർ ആക്കുക എന്നുള്ളതാണ്. ഭയങ്കര ഒരു ഗെയിം തന്നെയാണ് ഇത്. ഓക്കെ, നമ്മൾ 1 hour 30 minute ആണ് അനാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. 30 minute RSI ലെവൽ ഒന്ന് നോക്കണം. RSI ലെവൽ കർവ് ഇപ്പോഴും സെൽ ഏരിയ നിൽക്കുകയാണ്. അത് തിരിഞ്ഞ് മുകളിലോട്ട് കയറാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി 15 minute വരുമ്പോൾ 15 minute ഈ ക്യാൻഡിൽ തന്നെ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ക്ലിയർ ബൈങ് എവിഡൻസ് ആയിരുന്നു. അത് റെസ്പെക്ട് ചെയ്തപ്പെട്ട് മുകളിലോട്ട് കയറിയത്. ഓൾറെഡി ഇവിടെ ഒരു ബൈങ് എവിഡൻസ് പ്രീവിയസ്ലി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മരബോസു ക്യാൻഡിൽ. ഓക്കെ, സോ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഇവിടെ എടുത്തത്. ഇതാണ് 15 minute കണ്ടീഷൻ. 15 minute ബൈങ് എവിഡൻസ് വെയിറ്റിംഗ് ഇല്ല. 5 minute എവിടെയുണ്ട് മുകളിലുള്ളത്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ 1 hour ആ ഒരു ലെവലിൽ ഉണ്ട്. 15 minute ക്യാൻഡിൽ നോക്കുമ്പോൾ ഇതൊരു ഫ്ലാഗ് പാറ്റേൺ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്ലാഗ് പാറ്റേൺ ഇതാണ്ട് ഒരു ഫ്ലാഗ് പാറ്റേൺ. ലൈക്ക് ദിസ്, ഇതുണ്ടോ, ഇതൊരു കൊടിമരം. ഓക്കെ, ഇവിടെ ഒരു കൊടി, കറക്റ്റ് ഒരു ഫ്ലാഗ് പാറ്റേൺ ആണ് ഫീൽ ചെയ്യുന്നത്. ഫ്ലാഗ് പാറ്റേൺ ആയതുകൊണ്ട് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റിനുള്ള ചാൻസ്. ഇവിടെ ഒരു കൊടി കണ്ടോ, ഈ കൊടിമരം, ഈ കൊടി. ഓക്കെ, ഫ്ലാഗ് പാറ്റേൺ, ക്ലിയർ ഫ്ലാഗിൻ്റെ കൊടിമരമാണ് ഇത്. ഓക്കെ, ഈ 3 ക്യാൻഡിൽ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് എല്ലാ രീതിയിലും കാണിക്കുന്നുണ്ട്. ഇവിടെ RSI ലെവലൊന്ന് ചെക്ക് ചെയ്യണം. RSI ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. RSI ലെവൽ നോക്കുമ്പോൾ മൂവ്മെൻ്റ് ഉണ്ട്, നല്ല രീതിയിൽ മുകളിലോട്ട് മൂവ്മെൻ്റ് ഉണ്ട്. ഈ ഒരു സപ്ലൈ ലെവൽ, അതായത് നമ്മൾ 2 hourലും 4 hourലും മാർക്ക് ചെയ്തിട്ടേക്കുന്ന ഈ ഒരു സപ്ലൈ ലെവലിലോട്ട് കയറി 200 ലെവലിലേക്കുള്ള മൂവ്മെൻറ്റിനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. ബട്ട് ഇതെല്ലാം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ഏതെങ്കിലും സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടോ, ഹാങ്ങിങ് മാൻ ഒന്നും വീണിട്ട് അതൊന്നും എഫക്റ്റ് ആയിട്ടില്ല. നോക്കാം, എവിടെയില്ല. ഓക്കെ, എവിടെയില്ല. 5 minute നമ്മൾ യൂഷ്വലി ട്രേഡ് ചെയ്യുന്ന 5 minute. ഈ 5 minute നമ്മൾ ഇന്നലെ NFPയുടെ സമയത്ത് നിന്നത്. NFPയുടെ സമയത്ത് ബുള്ളിഷ് മൂവ്മെൻറ്റ്, അതിന് മുന്നേ ഒരു ഫോള്, എല്ലാം നമ്മൾ കറക്റ്റായിട്ട് എടുത്താണ് പോയത്. ഓക്കെ, NFPയുടെ സമയത്തുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ഒറ്റ ക്യാൻഡിൽ. NFP ഡാറ്റ റിലീസായ സമയത്തുള്ള മൂവ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഫോളോ ചെയ്യുന്നു. കാര്യം എന്തായിരുന്നു, ആ ക്യാൻഡിലിന് ലോവർ വിക്ക് ഇല്ല, വിത്തൗട്ട് ലോവർ വിക്ക് ആയിരുന്നു. അതുകൊണ്ട് ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാൻഡിലുണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിൽ 3 minute നമുക്ക് ബൈങ് എവിഡൻസ് കിട്ടി. 102 വരെ ആ ഒരു ക്യാൻഡിൽ അതാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ബൈങ് എവിഡൻസ് കിട്ടി, അതുകൊണ്ട് ഞാൻ 102 ബ്രേക്ക് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു, മുകളിലോട്ട് കയറി. ഓക്കെ, 5 minute ലാസ്റ്റ് ക്യാൻഡിൽ എങ്ങനെ ഉണ്ടായെന്ന് നോക്കണം, അത് ഇമ്പോർട്ടൻറ്റ്. 3 minute ഒന്നും നമ്മൾ നോക്കുന്നില്ല, അനാലിസിസ് ചെയ്യുന്നില്ല. ഈ വീക്ക്ലി അനാലിസിസിൽ 3 minute നമ്മൾ നോക്കാറില്ല. 3 minute നമുക്ക് അത്രയും മാർക്കറ്റ് വോളറ്റാലിറ്റി ഉള്ള സമയങ്ങളിലാണ് നമ്മൾ നോക്കുന്നത്. ഇന്നലത്തെ കണ്ടീഷൻ അറിയാമായിരുന്നു. ഇന്നലെ ഡാറ്റ റിലീസായ ദിവസമായിരുന്നു. ഇവിടെ മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത് ഒരു ഷേക്ക് ഔട്ട് ക്യാൻഡിലായിട്ടാണ് എൻഡ് ആയിരിക്കുന്നത്. ഓക്കെ, ഒരു ഷേക്ക് ഔട്ട് ക്യാൻഡിലായിട്ട് എൻഡ് ആയിരിക്കുന്നത്. 5 minute ഒരു ഇൻവെർട്ടർ ഹാമർ, ബിയറിഷ് ഇൻവെർട്ടർ ഹാമറായിട്ട്. ഓക്കെ, ഇവിടെ RSI ലെവല് ഓവർ ബ്രോട്ട് അല്ല, 95%. സോ ഇനി നെക്സ്റ്റ് ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട് മുകളിലോട്ട് തന്നെ. ഓക്കെ, ഇതാണ് വരുന്നത്. ഇതാണ് ഗോൾഡിൽ തരാനുള്ള മൂവ്മെൻറ്റ്. നേരത്തെ ഒന്ന് ഈ സപ്ലൈ ലെവൽ ടെസ്റ്റ് ചെയ്തു, അവിടുന്ന് വീണ്ടും റിജക്റ്റ് ചെയ്യുന്നു, വീണ്ടും സപ്ലൈ ലെവലിലേക്ക് 2 bar റിവേഴ്സൽ. ഇവിടുന്ന് ഇത് എടുത്ത് പോയില്ലെങ്കിൽ പിന്നെ ഫോളോ ചെയ്യും. ഓക്കെ,
സെല്ലിംഗ് എവിഡൻസ് എന്തെങ്കിലും റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ടോ നോക്കാം. ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ മൂവ്മെൻറ്റ് കിട്ടുന്നത് ഒന്നും തന്നെ ഇല്ല. സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പില്ല. എല്ലാം കറക്റ്റായിട്ട് റെസ്പെക്ട് ചെയ്ത് എടുത്ത് പോയതാണ്. ഓക്കെ, ട്രെൻഡ് ലൈൻ വല്ലതും മേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ട്രെൻഡ് ലൈൻ വേണ്ട, ലൈവിൽ നോക്കാം നമുക്ക്. ആ സമയത്ത് നോക്കാം ലൈവ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതാണ് മൂവ്മെൻറ്റുകൾ വരുന്നത്. ഓക്കെ, നമ്മൾ മാർക്കറ്റ് മന്ത്ലി ചാർട്ട്, വീക്ക്ലി ചാർട്ട്, ഡേ ചാർട്ട്, 4 അവർ, 2 അവർ, 1 അവർ, 30 മിനിറ്റ്, 15 മിനിറ്റ്, 5 മിനിറ്റ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് മേജർ ഫണ്ടമെൻ്റൽസ്. നെക്സ്റ്റ് വീക്കിൽ FOMC ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മേജർ ഫണ്ടമെൻ്റലുകൾ നോക്കണം. മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മേജർ ഫണ്ടമെൻ്റൽസ് ഏതൊക്കെയാണ് നെക്സ്റ്റ് വീക്കിൽ ഗോൾഡ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മേജർ ഫണ്ടമെൻ്റൽസ് നോക്കാം. ഈ മൺഡേ ശാന്തമാണ്. മൺഡേയിൽ ഒരൊറ്റ ഫണ്ടമെൻ്റൽ പോലും ഇല്ല. ഓക്കെ, ഒരു ഡേറ്റയും റിലീസ് ആവുന്നില്ല മൺഡേയിൽ. മൺഡേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ബേസ് ചെയ്ത് മാത്രം നമുക്ക് അന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്യൂസ്ഡേയിലേക്ക് വരുമ്പോഴത്തേക്ക് ട്യൂസ്ഡേയിൽ ഡേറ്റ റിലീസ് ഉണ്ട്. ബട്ട് അത് മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡേറ്റകളല്ല. ബട്ട് അന്ന് ഡേറ്റ റിലീസ് ഉണ്ട്. 3:30 5:45 PM 7:30. ഓക്കെ, 3 ഡേറ്റ റിലീസ് ആവുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ഹോം സെയിൽ ഉണ്ട്. അതൊരു ഇമ്പാക്റ്റിംഗ് ഡേറ്റ ആണ്. ബട്ട് ഹയർ ഇമ്പാക്റ്റ് ഡേറ്റ അല്ല. ഓക്കെ, ബട്ട് വെനസ്ഡേ ഹയർ ഇമ്പാക്റ്റ് ഡേറ്റ, CPI ഡേറ്റ ആണ് അന്ന് റിലീസ് ആവുന്നത്. അത് മേജർ ഫണ്ടമെൻ്റൽ ആണ്. ഓക്കെ, 6 മണിക്ക് മേജർ ഫണ്ടമെൻ്റൽ ആണ് അന്നത്തെ. ഓക്കെ, തേഴ്സ്ഡേയിലേക്ക് വരുമ്പോൾ തേഴ്സ്ഡേയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം ഉണ്ട്. ഓക്കെ, അതൊരു മേജർ ഫണ്ടമെൻ്റൽ തന്നെയാണ്. പിന്നെ ഒരു 3 ഡേറ്റ അന്ന് റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് അന്നത്തെ ഇമ്പോർട്ടൻറ്റ്. 13-ാം തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നത് FOMC. നോക്കട്ടെ, 13-ാം തീയതി GDP ആണ്. ഓക്കെ, ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗോൾഡിലെ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ 2025 ഓഗസ്റ്റിലാണ്. അത് ഇതേപോലെ ഒരു ജോൾട്ട് ജോബ് ഓപ്പണിങ് ഡേറ്റ റിലീസായ ദിവസമാണ്. പിന്നീടുള്ള എല്ലാ മാസവും ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത് ഗോൾഡ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് പരിശോധിക്കാം പറയണത് കറക്റ്റാണോ എന്ന്. മന്ത്ലി ചാർട്ടാണ് ഗോൾഡിൻ്റെ മന്ത്ലി ചാർട്ട്. ഒന്ന് ലോഡ് ചെയ്തോട്ടെ, ഒരൊറ്റ മിനിറ്റ്. അത് മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടോ? അവിടെ കിടപ്പുണ്ട്. അത് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഇതാണ് മന്ത്ലി ചാർട്ട് ഗോൾഡിൻ്റെ. ഗോൾഡിലെ മന്ത്ലി ചാർട്ട് ഇതാന്ന് നോക്കിയേ. ഗോൾഡ് കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ഓഗസ്റ്റ് 2025 ഓഗസ്റ്റിലാണ് ബുള്ളിഷ് മൂവ്മെൻറ്റ് വരുന്നത്. അത് ഇതേപോലെ ഒരു ജോൾട്ട് ജോബ് ഓപ്പണിങ്ങിൻ്റെ ഡേറ്റ റിലീസായ ദിവസമാണ്. എനിക്ക് ഇന്നും അത് ഓർമ്മയുണ്ട്, ഈവനിങ്. ഓക്കെ, സോ അതിനുശേഷം പിന്നെ എല്ലാ മാസവും കണ്ടോ ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. ഒരേ കണക്കുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഈ ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 13-ാം തീയതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന വെള്ളി അന്ന് ഒരു വിസ്ഫോടനം ഉണ്ടാകുന്ന ദിവസമായിരിക്കാം മാർക്കറ്റിൽ. ഓക്കെ, ഇതാണ് മേജർ ഫണ്ടമെൻ്റൽസ് മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്യാൻ ഉള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സുകളാണ്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഒന്ന് നോക്കാം. കോട്ട് റിപ്പോർട്ട് നോക്കാം. മാർക്കറ്റ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് അറിയണം.
എത്രത്തോളം പെർസെൻറ്റേജ് ബയേഴ്സ് സെല്ലേഴ്സ് ഉണ്ടെന്നൊക്കെ അറിയേണ്ടതുണ്ട്. പൊസിഷൻസ് ഓപ്പൺ ആക്കുന്നത് ബേസ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ കിട്ടുന്നത്. ശരിക്കും മാർക്കറ്റിൽ നിയന്ത്രിക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സിനെക്കാളും കൂടുതൽ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് തന്നെയാണ്. ഓക്കെ, നമുക്ക് നല്ല റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്കറിയാം റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് വേണം. ഗോൾഡിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഗോൾഡിൽ 64% സെല്ലേഴ്സ് ആണ്. 64% സെല്ലേഴ്സ്, 35.91% ബയേഴ്സ്. ഓക്കെ, so that means price will moves up again. ഓക്കെ, ബേസ്ഡ് ഓൺ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് പ്രൈസ് മുകളിലോട്ട് കയറാനാണ് എല്ലാ ചാൻസും കാണിക്കുന്നത്. കാര്യം ബയേഴ്സ് കുറവാണ്, സെല്ലേഴ്സ് കൂടുതലാണ്. ഓക്കെ, പുട്ട് ആൻഡ് കോൾ റേഷ്യോ ഒന്ന് നോക്കാം. പുട്ട് ആൻഡ് കോൾ റേഷ്യോ ഇപ്പോഴും ഹൈ പുട്ടല്ല. ഓക്കെ, പുട്ട് ആൻഡ് കോൾ റേഷ്യോൻ്റെ കണ്ടീഷൻ ഇതാണ്. ഇനി നോക്കേണ്ടത് ക്വാർട്ടർ റിപ്പോർട്ട് നോക്കാം. ലേറ്റസ്റ്റ് ക്വാർട്ടർ റിപ്പോർട്ട് നോക്കുമ്പോൾ ഈ ഒരു 80% ബയേഴ്സാണ് കാണിക്കുന്നത് ബേസ്ഡ് ഓൺ ക്വാർട്ടർ റിപ്പോർട്ട്. നമുക്കൊരു സാധനം കൂടി നോക്കാണ്ട് എക്സിറ്റ് ചെയ്യട്ടെ ഞാൻ. അതായത് BTCയും ഗോൾഡിൻ്റെ ഒരു റേഷ്യോ കിട്ടുമെന്ന് നോക്കാം. ഗോൾഡിൻ്റെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് കണ്ടായിരുന്നല്ലോ, ഞാൻ കാണിച്ചായിരുന്നു. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സിൽ മോർ സെല്ലേഴ്സ് 64%. ഓക്കെ, ഹീറ്റ് മാപ്പ് ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. ഇക്കണോമിക് കലണ്ടർ, ഇക്കണോമിക് ഡേറ്റ, ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മാർക്കറ്റ് എൻഡ് ആയപ്പോഴുള്ള മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മാർക്കറ്റ് എൻഡ് ആയപ്പോഴും മോർ ബയേഴ്സ് 77% ബയേഴ്സും 22% സെല്ലേഴ്സും. സോ ഈ ഒരു ലെവലിലാണെങ്കിൽ പ്രൈസ് ഫോളോ ചെയ്യത്തുള്ളൂ. ഓക്കെ, പ്രൈസ് ഫോളോ ചെയ്യും. 75 മേളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. 80 എന്ന് പറഞ്ഞാൽ ഹെവിയാണ്, നല്ല രീതിയിൽ ഫോളോ വരും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗോൾഡിൽ ഒരു അനാലിസിസ് തരാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് US ഓയിൽ ഇപ്പം ഭയങ്കര മൂവ്മെൻറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. 100 പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ 90 നിൽക്കുകയാണ്, 91 ലെവലിലും കണ്ട് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് US ഓയിലിൻ്റെ അവസ്ഥ. US ഓയിൽ ഈ ചാർട്ട് എനിക്ക് പറ്റത്തില്ല, ചാർട്ട് മാറ്റണം. US ഓയിൽ DXY, ഈ DXYയുടെ കണ്ടീഷൻ കൂടി ഒന്ന് നോക്കാം നമുക്ക്.
അവിടെ ഇക്കട്ടെ. US oil വേറെ ചാർട്ട് എടുക്കാം നമുക്ക്. ഇത് പറ്റത്തില്ല. TVC ദിസ് ഈസ് ഓക്കെ. ഈ ചാർട്ട് ഓക്കെ കണ്ടോ? US oil ബുള്ളിഷ് എവിഡൻസ്, റെസ്പെക്റ്റഡ് മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞു. 90 100-ലോട്ടുള്ള പോക്കാണെന്ന് തോന്നുന്നു ഇങ്ങനെ പോയാൽ. 4 hourലെ മൂവ്മെൻ്റ് ആണ് ഇത്. 4 hourൽ ബുള്ളിഷ് എവിഡൻസ് തന്നത് ട്യൂസ്ഡേയിലാണ്. ട്യൂസ്ഡേയിൽ അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ RSI ലെവൽ നോക്കാം. RSI ലെവൽ ഓവർ ബ്രോട്ട് കണ്ടീഷൻ ആയിരുന്നു. അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് US oilൻ്റെ. ഓക്കെ, US oilനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫണ്ടമെൻറ്റ്സ് ഉണ്ട്. അതൊന്നും നമ്മൾ നോക്കുന്നില്ല ഇപ്പം. ഓക്കെ, ഇതായിരുന്നു മൺഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ആയ ഗ്യാപ്പ്. ആ ഗ്യാപ്പൊന്നും ഫില്ലായിട്ടില്ല. 67-ൽ നിന്ന് ഒരൊറ്റ കയറ്റമായിരുന്നു. ഇവിടെ എത്ര വരെ എന്ന് വെച്ചാൽ 75 വരെ. അതായത് വാർ സിറ്റുവേഷൻ ശേഷം മാർക്കറ്റ് ഓപ്പൺ ആയത് ഭയങ്കര ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പിന് ശേഷം അന്നത്തെ ദിവസം മൺഡേയിൽ ഫോളാണ്. കാര്യം അന്ന് മോർ ബയേഴ്സ് കയറി. ഈ സെല്ല് മൂവ്മെൻറ്റ് കണ്ടുകൊണ്ട് മോർ സെല്ലേഴ്സ് വന്നു. വീണ്ടും തിരിച്ച് ഒരൊറ്റ കയറ്റം. ഓക്കെ, സെല്ലേഴ്സിനെ അട്രാക്ട് ചെയ്യുക. അതിനുശേഷം ട്രാപ്പ് ഫോർ സെല്ലേഴ്സ് ആണ്. ബട്ട് അതിനിടയ്ക്ക് സെല്ലിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് എടുത്ത് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് US oilൻ്റെ കണ്ടീഷൻ. ഇനി വേറെ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ നോക്കാം. ഓക്കെ, സോ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു നെക്സ്റ്റ് വീക്കിലേക്കുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഗോൾഡ്, US oil, എനി അതർ കമ്മോഡിറ്റീസ് നോക്കണമെങ്കിൽ നോക്കാം ആവശ്യപ്പെട്ടാൽ. എനിത്തിങ്. സോ വെയിറ്റ് ചെയ്യാണ്. ഇനി നിങ്ങളുടെ കമൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. So please comment. Okay, please comment. വേറെ എന്തെങ്കിലും പേഴ്സ് എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ നോക്കാം, ആവശ്യപ്പെടാം. ഓക്കെ, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നോക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും അനാലിസിസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നോക്കാം. കമൻറ്റ് ചെയ്താൽ മതി. പ്ലീസ് കമൻറ്റ്. ഓക്കെ, എനി അതർ പേഴ്സ്, വേറെ എന്തെങ്കിലും കമ്മോഡിറ്റീസ് നോക്കണമെങ്കിൽ നോക്കാം. US oilലാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, വേറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നോക്കാം. എനിത്തിങ്. ഓക്കെ, മാർക്കറ്റ് വോളറ്റാലിറ്റി നല്ല ഉണ്ടാവും. അതായത് ഇതേമാതിരിയൊക്കെയുള്ള ക്രാഷുകളും ഉണ്ടാവും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടുള്ള
മൂവ്മെൻറ്റുകളിൽ മാത്രം എടുക്കുക. നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ നമുക്ക് കിട്ടിയത് കണ്ടായിരുന്നല്ലോ 4 hourൽ. അതേമാതിരിയൊക്കെയുള്ള നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. എന്നിട്ട് ബെസ്റ്റ് എൻട്രി എടുക്കുക. ബെസ്റ്റ് എൻട്രി, ബെസ്റ്റ് എക്സിറ്റ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. എൻട്രി, എക്സിറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബെസ്റ്റ് എൻട്രി എടുക്കുക. അതുപോലെ തന്നെ എക്സിറ്റ് ബെസ്റ്റ് ആയില്ലെങ്കിലും ഒരു മീഡിയത്തിലായാലും നമ്മൾ എക്സിറ്റ് ചെയ്യുക. ലോസ് പോകരുത്. എൻട്രി ബെസ്റ്റ് എൻട്രി ആയിരിക്കണം. ഇന്നലെ നമുക്ക് കിട്ടിയതുപോലെ ഇന്നലെ ആ 4 hour ക്യാൻഡിൽ ഞാൻ പറഞ്ഞു ഈസി പിസി ബൈ, അതേമാതിരി. ഓക്കെ. സോ എനിവേ ആർക്കും ഒന്നും ചോദിക്കാനില്ലെന്ന് തോന്നുന്നു. നമുക്കൊരു കുറച്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിത്തിങ് റിലേറ്റഡ് ടു ദിസ്, വേറെ എന്തെങ്കിലും നോക്കണമെങ്കിൽ നോക്കാം. ഇനി അതർ കറൻസി പെയർസ് ഓർ എനി കമ്മോഡിറ്റീസ് ഓർ എനിത്തിങ്. ഓക്കെ. ഇപ്പം BTC കണ്ടീഷൻ വേണമെങ്കിൽ നോക്കാം. BTC ഇപ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന്. BTC എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ മാർക്ക് ചെയ്ത് തരാം. നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഞാൻ ചെയ്യില്ല. ഓക്കെ. BTC മാർക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ആയിരുന്നു. ഇത് കണ്ടോ, ഇവിടെ ക്ലിയർ സെൽ എവിഡൻസ് ഇട്ടിട്ടാണ് അത് ഫോളോ ചെയ്തത്. ക്ലിയർ സെൽ എവിഡൻസ് റെസ്പെക്ട് ചെയ്ത് ഫോളോ ചെയ്ത് പോവുകയാണ്. ഓക്കെ. ഇപ്പോഴും RSI ലെവൽ ഒരു 0-ലാണ്. RSI ബേസ് ചെയ്ത് വേണമെങ്കിൽ ബൈ എടുക്കാൻ പറ്റും. ബട്ട് നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ ഇപ്പോൾ നിൽക്കുന്ന ആ ഡിമാൻഡ് ലെവൽ അത് ബ്രേക്ക് ചെയ്താൽ ഇവിടെ കയറും. ഓക്കെ. പുതിയൊരു സെല്ലിംഗ് എവിഡൻസ് ഒന്നുമില്ല. ഓക്കെ. ചെറിയ ടൈം ഫ്രെയിമുകളിലൊക്കെ നോക്കുമ്പോൾ ഒരു 1 hourൽ അങ്ങനെ നോക്കാം. 1 hourൽ നോക്കുമ്പോൾ 1 hourൽ നേരത്തെ പ്രീവിയസ് ഒരു ബൈങ് എവിഡൻസ് ഉണ്ടായിരുന്നു, അതിനെ റെസ്പെക്ട് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞു. വളരെ സ്ലോ മൂവ്മെൻ്റ് ആണ്. BTCയുടെ അവസ്ഥ ഉണ്ടോ, വളരെ സ്ലോ മൂവ്മെൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ടുകളൊന്നുമില്ല, ഹോളിഡേ ആണ്. സാറ്റർഡേ സൺഡേ ഹോളിഡേ, അതുകൊണ്ട് വളരെ സ്ലോ. അതായത് പുതിയതായിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കുന്നവർക്ക് ബെസ്റ്റ് സമയമാണിത്. ഈ ദിവസങ്ങൾ, അതായത് സാറ്റർഡേ സൺഡേ ദിവസങ്ങൾ വളരെ സ്ലോയിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. ഈസി ആയിട്ട് ട്രേഡിങ് ബിഗിനേഴ്സിന് ബെസ്റ്റാണ്. ഓക്കെ. ക്രിപ്റ്റോൾ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ ക്രിപ്റ്റോ 24 hour ആണ്. അതിൽ എപ്പോൾ ആണെങ്കിലും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. BTCയുടെ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ ഇതാണ്. 4 hourൽ എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് തരാം. ആ ഒരു ലെവൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഉറപ്പിച്ച് പറയായിരുന്നു. ഇപ്പോഴും ഒന്നും ന്യൂ എവിഡൻസുകളൊന്നുമില്ല എനിക്ക് തരാൻ. ഓക്കെ. കാര്യം ഓൾറെഡി RSI ലെവൽ ഒരു ഓവർ സോൾഡ് കണ്ടീഷനാണ്. അവിടുന്ന് ഒരു റീട്രേസ്മെൻറ്റ് അപ്പം ഉണ്ടാവും, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. സോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഡിമാൻഡ് ലെവലിലേക്ക് ഫോളോ ചെയ്യും. ഇതാണ് BTCയുടെ അവസ്ഥ. ഓക്കെ. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാണ്ടോ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ലൈവ് എൻഡ് ചെയ്യാം. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. നമ്മുടെ അനാലിസിസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കുറച്ച് വ്യൂവേഴ്സ് വരട്ടെ, അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചിലപ്പോഴും നമുക്ക് വ്യൂവേഴ്സ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈവ് ഇടാൻ മടിക്കും. ചിലപ്പോൾ ലൈവ് ഇടുമ്പോൾ വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചാർട്ട് ഓൺ ആക്കി ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ മുന്നിൽ പോകാറുണ്ട്. നമുക്ക് ഫുൾ ടൈം ഇതിൻ്റെ മുന്നിൽ ഇരിക്കണം എന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു നല്ല സെറ്റപ്പിൽ നല്ലൊരു ട്രേഡ് ഓപ്ഷൻ കിട്ടി, അത് ഡെയിലി ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മൾ കുറേയും കൂടി ആക്റ്റീവ് ആവും. സ്ട്രാറ്റജി വർക്കൗട്ട് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളുക. നേരത്തെ നമ്മുടെ ഒപ്പം വന്നിട്ടുള്ളത് ഹൈ പ്രോബബിലിറ്റി ട്രേഡുകൾ മാത്രമാണ് ഫോർകാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഹൈ പ്രോബബിലിറ്റി ട്രേഡ് മാത്രമായിരിക്കും. ബാക്കിയെല്ലാം ഞാൻ സിഗ്നൽസ് തരികയാണ് ചെയ്യുന്നത്.
മൂവ്മെൻറ്റുകൾ. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ട് എൻട്രി എടുക്കാം, എക്സിറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ബുക്കിംഗ് യുവർ സൈഡ്, ലോട്ട് യുവർ സൈഡ്. നമുക്ക് അതിനകത്ത് ഒരു സജഷനും പറയില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാം. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ആർക്കൊന്നും ചോദിക്കാനില്ല. ഓക്കെ, സോ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഗോൾഡിൽ ഒരു വീക്ക്ലി അനാലിസിസ് ആണ് ചെയ്തത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള പേയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണമെങ്കിൽ നോക്കാം, കറൻസി പേയേഴ്സ്. സോ അതർവൈസ് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമ്മൾ ഈ ലൈവ് എൻഡ് ചെയ്യും. ഓക്കെ, ലൈവ് എൻഡ് ചെയ്യും. ഓക്കെ, സി ഓൺ നെക്സ്റ്റ് ഡേ. നമുക്ക് പറ്റുവാണെങ്കിൽ നിഫ്റ്റി 50യുടെ ഒരു അനാലിസിസ് ചെയ്യാം നെക്സ്റ്റ് ഡേ. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക് മൺഡേയിൽ നമ്മൾ ലൈവ് ചെയ്യുന്നതായിരിക്കും. വൺ ഡേ NY സെക്ഷനിൽ നമ്മളുടെ ലൈവ് ഉണ്ടായിരിക്കും. ഓക്കെ, മൺഡേ NY സെക്ഷനിൽ നമ്മൾ ലൈവ് ചെയ്യുന്നതായിരിക്കും.
നെക്സ്റ്റ് വീക്കിൽ നമ്മൾ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം NY സെക്ഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഏഷ്യ സെക്ഷനിൽ നമ്മുടെ ലൈവ് ഒന്നും ഉണ്ടാവില്ല. NY സെക്ഷൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 8 മണിക്കാണ്. ബട്ട് നമ്മൾ ഒരു ചിലപ്പോൾ 6 മണി തൊട്ട് തന്നെ ലൈവ് ഉണ്ടാവും. അതർവൈസ് ഒരു 7:30 അല്ലെങ്കിൽ 8. ഓക്കെ, അതാണ് നമ്മുടെ ടൈമിങ്. ഓക്കെ.